കുറച്ച് ദിവസമായിട്ട് മിനി വ്ളോഗ് എടുക്കാതെ അധികം എനിക്ക് ലോങ് വീഡിയോ പോസ്റ്റ് ആക്കാതെ കുറച്ച് ദിവസമായി. അപ്പം ഇന്ന് ശേഷം എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. സോ ഹലോ, ഞാനിങ്ങനെ നാസീർ സോദ. ഇന്ന് ഞാൻ ഇക്കം കുടിച്ച് നേരെ പോകുന്നില്ലത് എവിടെയെല്ലാം പോകാനുണ്ട്. ഇന്ന് ഫസ്റ്റ് പോകുന്നില്ലത് ചാച്ചാനാടാട്ടാ, വലിയ ചാച്ചാനാടെ പോകുന്നില്ലത്. അയ്യനെ കൂട്ടിയിട്ടുണ്ടായിട്ടാ എന്ന് വെച്ചെങ്കിൽ ആശുപത്രിക്കെല്ലാം മാമാനെ കൂട്ടിയിട്ട് പോകണം. സോ അതുകൊണ്ട് അയ്യനെ കൊണ്ടുപോയെങ്കിൽ ശരിയായില്ല എന്നും പറഞ്ഞിട്ടാ അങ്ങനെ നേരെ പോയി. അപ്പോഴത്തേക്ക് നമ്മൾ കളയിൽ എപ്പോഴും ഒരു ബ്ലോക്ക് കിട്ടുക. അത് ഈ മസ്റ്റ് എന്താ പറയില്ലേ, ഈ റോഡിൽ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ദേഷ്യം വരുന്നത്. സോ ഇത് പിള്ളമാരെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ പെരക്കുന്ന കീഞ്ഞിട്ടുണ്ടായത്. അപ്പോഴത്തേക്ക് ഈടെത്തിട്ടാകുമ്പോൾ ചാച്ച ഫുൾ ബിസി ഇട്ടാ. എന്ന് വെച്ചെങ്കിൽ ചാച്ച ഈ മംഗലത്തിൻ്റെ ഇതെല്ലാം എടുക്കലുണ്ട്, കൽത്തപ്പം ആക്കിയിട്ട് സെയിലാക്കും. സോ എന്താ പറയുക, ഈ കാഞ്ഞങ്ങാട് ആ സൈഡ് കാഞ്ഞങ്ങാട് അതേ കണിക്ക പൂച്ചക്കാട് ആ സൈഡെല്ലാം ചാച്ചക്ക ഇതാക്കൂട്ടാം, സെയിലാക്കും. സോ ഇപ്പോൾ ഒരു എത്രയോ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ബിസി തിരക്കിലുള്ളത് ഇട്ടാ. സോ ചാച്ച ആടെ പണിയിലുണ്ട്. നമ്മൾ നേരെ മാമനെ കൂട്ടിച്ച് ജില്ലാശുപത്രിയിൽ പോയിട്ടാണ്. അപ്പോഴത്തേക്ക് ചെറിയ ചാച്ച ആടെ ടോക്കൺ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. എന്താ വെച്ചെങ്കിൽ മാമ ഫുൾ ടയേർഡായിട്ട് എന്താ പറയുക, കുറേ ദിവസമായി ബ്ലഡും കുറവുണ്ട്. അപ്പോൾ യൂറിനും ബ്ലഡും റിപ്പോർട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെ കാണിക്കാൻ കേട്ടോ, മാമക്കും റിപ്പോർട്ട് നാളെ കിട്ടും. അതുകൊണ്ട് എന്താ പറയുക, മാമാൻ്റെ ബ്ലഡ് നോക്കുമ്പോൾ ബ്ലഡ് നല്ലോണം കുറവുണ്ട്. അപ്പോൾ ബ്ലഡ് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ജില്ലാശുപത്രിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചാച്ച രാവിലെ വന്നിട്ട് ടോക്കനും പിന്നെ അദ്ദേഹം എനിക്ക് ബ്ലഡിൻ്റെ ഇത് ബാക്കിലെ കുറേ നടന്ന് ഫൈനൽ എന്താ പറയുക, അവർ ബ്ലഡിന് എന്തോ പോകുമ്പോഴത്തേക്ക് മാമൻ പറഞ്ഞു നമുക്ക് ടയേർഡാണെന്നെ, ഞാനിട്ട് കുറച്ച് നേരം കിടക്കിടുന്നതെന്ന് വെച്ച്. അങ്ങനെ അവരോട് ചോദിച്ചിട്ട് ഒരു സൈഡേക്ക് മാമനെ കടത്തിച്ചിട്ടുള്ളത് കേട്ടോ. അവർ വരുന്നവരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ആക്കണം. ഇക്ക ഒരു സൈഡ് ഇതാക്കുന്നുണ്ട്, ചാച്ച ഒരു സൈഡ് ആക്കുന്നുണ്ട്. ഞാൻ പിന്നെ മാമൻ്റെ അടുത്ത് നിൽക്കുന്നില്ലത് കേട്ടോ. അങ്ങനെ അത് എല്ലാം സെറ്റായിട്ട് മാമനെ ബ്ലഡ് ടെസ്റ്റ് ഇതായിട്ടാ ഇന്നും ആണത്ര. അപ്പോഴത്തേക്ക് എന്താ പറയല്, ബെഡിന് ഷിഫ്റ്റ് ആക്കാന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കുന്നില്ലത്. അപ്പോഴത്തേക്ക് ഇവിടെ മാമാൻ്റെ ഫുള്ള് ചെക്കപ്പ് നടക്കുന്നില്ലത്. പിന്നെ മാമാൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്തെന്നല്ല പറഞ്ഞിട്ട് അത് എടുക്കുന്നുണ്ട്. എന്താ വെച്ചെങ്കിൽ നമുക്ക് അറിയില്ല കേട്ടോ മാമാൻ്റെ ബ്ലഡ്. മാമക്ക് ശരിക്കും ഉണ്ടല്ല പണ്ടൊരു അസുഖം ഉണ്ടായിട്ട് കേട്ടോ. ഞാൻ അറിയുന്നതിൽ ഒരു അസുഖം മാമക്ക് ഞാൻ കണ്ടിച്ച കൊല്ലത്തിലെല്ലാം പനി വരുന്ന മാമക്കാണ് ഇപ്പോൾ മാമക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. സോ പിന്നെ മാമാൻ്റെ ബ്ലഡ് എടുക്കുമ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. പക്ഷേ ഇക്കതാ ഇങ്ങനെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നില്ല കേട്ടോ, ഇങ്ങനെ ഷാർപ്പായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാം. പിന്നെ എന്താ കുറേ കഴിഞ്ഞിട്ട് ഉച്ചക്കാകുമ്പോഴത്തേക്ക് ജുബിമ്മ എത്തി. അപ്പോഴത്തേക്ക് ജുബിമ്മം പിള്ളമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് പെരക്കാക്കിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഐശുവിന് നല്ലോണം കഴിയുന്നില്ല, ആർക്കും കഴിയുന്നില്ല പെരക്കത്തെ. വീണ്ടും അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോഴത്തേക്ക് ഐശുവിനെ അഡ്മിറ്റ് ആക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ടെൻഷനിൽ ഉമ്മ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോഴത്തേക്ക് ഉമ്മക്ക് ഈ ഉമ്മാനും വിടാൻ പറ്റുന്നില്ല, അവിടെ പിള്ളമാരെ വിടാൻ പറ്റുന്നില്ല, ഒന്നും ആക്കാൻ പറ്റുന്നില്ല. എൻ്റെ അയ്യാനും ആടെ ഫുള്ള് മുളക് എന്തോ തേച്ചിട്ട് ഫുള്ള് കുലുമാലെന്ന് പറഞ്ഞിട്ട് അത് ഒരു ടെൻഷൻ. എനിക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. എന്തെല്ലോ അൽക്കുലത്തായിട്ടുള്ളത്. പിന്നെ എന്താ പറയല്, ജുബിമ്മ വന്നിട്ട് അപ്പോഴത്തേക്ക് ഡോക്ടർ ഇന്ന് പറഞ്ഞ മാമന് ഇന്ന് രാത്രി ഇന്ന് തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഞാൻ എഴുതിയിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അല്ല അവർ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ബ്ലഡൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാ. പയ്യൻ നമ്മോ ജുബിമ്മനെ അടാക്കിയിട്ട് നേരെ പെരക്ക് പോകാൻ നിൽക്കുന്നില്ലത്. പിന്നെ എന്താ പറയുക, അപ്പോഴത്തേക്ക് 2:30 മണിയെല്ലാം ആയിട്ടുണ്ടായിന് കേട്ടോ. രാവിലെ നേരെ കഴിക്കാത്തതുകൊണ്ട് നല്ല പൈക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തക്കപേര് കൂട്ടുന്നില്ല, അല്ലാ പൈക്കുന്നല്ലോ എന്നല്ല പറഞ്ഞിട്ട് പൈച്ചാറിൻ്റെ മാമക്ക് എന്തെങ്കിലും തിന്നാന്ന്. അപ്പം ഞാൻ പറഞ്ഞു എടാ ആടെ ചർമുറി കിട്ടുന്ന കാഞ്ഞങ്കാളിൽ, അപ്പോഴത്തേക്ക് വൈകുന്നേരം കിട്ടും, അത് തിന്നാൻ ആശയായിരുന്നു. അപ്പം പറഞ്ഞ് ഇല്ല ഇപ്പം കിട്ടുമായിരിക്കും നമുക്ക് പോകാമെന്ന്. പക്ഷെ പോകുന്ന വഴിയിൽ ഉണ്ടായിച്ചാട്ടാ ചർമുറി. എന്താ വെച്ചെങ്കിൽ നമ്മൾ റാപ്പിച്ചാൻ്റെ പോയിട്ട് 4-5 മണിക്കും തോന്നുന്നു ഓപ്പൺ ആകുന്നത്. ഇപ്പം ഫസ്റ്റ് ആ മൻസൂറിലല്ലേ ഉണ്ടായത്, ഇപ്പം കാഞ്ഞങ്കാട് എന്താ ഷോപ്പിക്സിന് ഇങ്ങോട്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. സോ ഒരു കൊതി തിന്നാന്ന് പറഞ്ഞിട്ട് പക്ഷെ കിട്ടിയിട്ടൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ പറഞ്ഞ് നമുക്ക് ഇടയിൽ നല്ല ഭയങ്കര ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ നമുക്ക് എൻസിൽ വന്നിട്ടാ. പിന്നെ കുറേ നേരം ഇതാക്കി മെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാൻ ഉണ്ടായത് ഒരു മന്തി കഴിക്കാനായിട്ടാണ്. എനിക്ക് ബിരിയാണി തീരെ പറ്റിയില്ല. എന്ന് വെച്ചാൽ അതിന് മസാല എനിക്ക് പറ്റിയില്ല കേട്ടോ. മന്തിയിൽ പിന്നെ മസാല ഇല്ലാത്തതുകൊണ്ട് നല്ല പാങ്ങിൽ കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതാ നല്ല പാങ്ങിൽ കഴിച്ചിട്ടാകുമ്പോഴത്തേക്കാണ് ഓർമ്മ ചെയ്ത് അല്ലോ എൻ്റെ കുഞ്ഞാടെ എന്ന്. അപ്പോഴത്തേക്ക് ഉമ്മ കുളക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ അമ്മനോട് ഇക്കനോട് കുഞ്ഞിനെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാറ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ നല്ല ബാന്ന് പറഞ്ഞിട്ട് ബയ്യതാ എനിക്ക് മുട്ടായി വാങ്ങിയിട്ട് നേരെ പെരക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.